ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടികൾ എണ്ണി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജസ്ഥാനിലെ ബിക്കാനേറിൽ നടന്ന പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വാചാലനായത്. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവരെ കുഴിച്ചുമൂടിയെന്നും ഇന്ത്യക്കാരുടെ ഓരോ തുള്ളി രക്തത്തിനും ഭീകരർ വില നൽകേണ്ടി വരുമെന്നും മോദി പറഞ്ഞു. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയ ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവരെ നമ്മൾ മണ്ണിൽ കുഴിച്ചുമൂടി. ഇന്ത്യക്കാരുടെ ഓരോ തുള്ളി രക്തത്തിനും ഭീകരർ വില നൽകേണ്ടി വന്നു. ഇന്ത്യ നിശബ്ദമായിരിക്കുമെന്ന് വിചാരിച്ചവർ ഇപ്പോൾ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സേനകളുടെ ധീരതയ്ക്ക് മുന്നിൽ പാകിസ്ഥാന് തലകുനിക്കേണ്ടി വന്നു. മോദി പറയുന്നു, उन्हें मिट्टी में मिलाया है। जो हिंदुस्तान का लहू बहाते थे, जो हिंदुस्तान का लहू बहाते थे, आज कतरे कतरे का हिसाब चुकाया है. ഭീകരർ നിരപരാധികളെ വെടിവെച്ചു കൊലപ്പെടുത്തി. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചതെന്നും മോദി പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ കേന്ദ്ര സർക്കാർ 3 സേനകൾക്കും പൂർണ്ണാധികാരം നൽകി. 3 സേനകളുടെയും സഹായത്തോടെ ചക്രവ്യൂഹം തീർത്ത് രാജ്യം പ്രതികരിച്ചു. ഏപ്രിൽ 22-ന് നടന്ന ആക്രമണത്തിന് 22 മിനിറ്റ് കൊണ്ട് രാജ്യം പകരം വീട്ടിയതായും മോദി. समर्थ भारत का रौद्र रूप है. ये भारत का नया स्वरूप है. ഇന്ന് പുതിയ ഭാരതമാണ്. ആണവയുദ്ധം കാണിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാകില്ല. ഇനി പാകിസ്ഥാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളികൾ ഇന്ത്യയിൽ വില പോകില്ലെന്നും മോദി പ്രതികരിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.